ഒരു വീഡിയോ കാണാൻ ഇടയായി. ഒരു 80 വയസ്സുള്ള ഒരാൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അയാൾ എത്രത്തോളം പ്രിപ്പറേഷൻ നടത്തി എന്നൊക്കെയുള്ള. ഞാനൊരു ഇമ്പൾസീവ് പേഴ്സണാണ് ആസ് സച്ച്. അതായത് വേറുള്ളവരുടെ ഭാഷയിൽ പറഞ്ഞാൽ വാഴ വയ്ക്കുക, അപ്പോൾ തന്നെ കൊലപ്പിക്കുക, അപ്പോൾ തന്നെ വെട്ടുക, ആ ഒരു ടൈപ്പാണ് ഞാൻ. എനിക്ക് പേഷ്യൻസ് ഇത്തിരി കുറവാണ്. അന്ന് ചില കാര്യങ്ങളിൽ പേഷ്യൻസൊക്കെ കാണിക്കാറുണ്ട്. അപ്പോൾ ഇയാളെക്കുറിച്ച് പറയാം. അയാൾ പ്രിപ്പറേഷൻ നടത്തിയത് 3 മാസം അയാൾ റിഗറസ് പ്രിപ്പറേഷൻ നടത്തിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാനാണെങ്കിൽ അത് കമ്പയർ ചെയ്യായിരുന്നു. ഞാനാണെങ്കിൽ ഒരു കാര്യമായിട്ട് ഒരു പ്രിപ്പറേഷൻ നടത്തിയില്ല, ചുമ്മാ ചാടി യൂട്യൂബ് ചാനൽ തുടങ്ങി. അയാൾ പേഷ്യൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിനെക്കുറിച്ച് എന്തൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നെ എത്രത്തോളം കണ്ടൻസ് നിങ്ങളുടെ കയ്യിൽ ശേഖരിച്ച് വെക്കണം എന്ന് പറയുന്നുണ്ട്. ഞാൻ കുറച്ച് കാലം ഫ്ലാറ്റ് ലൈഫ് ഉണ്ടായി. അപ്പോൾ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നു മണ്ണിലിറങ്ങിയിട്ടുള്ള ലൈഫ്. അതായത് മണ്ണിലിറങ്ങിയെന്ന് വെച്ചാൽ മണ്ണിൽ ചെടികളൊക്കെ വളർത്തുന്ന ലൈഫ് ഞാൻ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് തോന്നിയ ഒരു ഐഡിയയാണ്, അതായത് ഒരു അറൗണ്ട് ഒരു കൊല്ലം മുന്നേ തോന്നിയ ഐഡിയയാണ്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ യൂട്യൂബ് ചാനൽ തുടങ്ങണം, ചെടികളെക്കുറിച്ച് പറയണം, ഫുഡിനെക്കുറിച്ച് പറയണം. പിന്നെ ഫുഡ് അത് എനിക്കിപ്പോൾ ഏറെക്കുറെ പണ്ടുണ്ടാക്കിയ പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാറില്ല. അത് കാലിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഫുഡിന് എനിക്കറിയാവുന്ന ചില ഫുഡുകൾ, അതിനെക്കുറിച്ച് വീഡിയോസ് ഇടണം, ചെടികളെക്കുറിച്ച് വീഡിയോസ് ഇടണം എന്നൊക്കെ അപ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എന്താ വെച്ചാൽ അയാളുടെ ഗുരുക്കളെ പറയുന്നുണ്ട്. അലക്സ സർനോജാന്നു, കെവിൻ കോൾ, സീൻ കെന്നൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അവരെ വീഡിയോസൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ആ വീഡിയോസൊക്കെ ഞാൻ പോയി കാണും. കാരണം അവരിലൂടെയാണ് അയാൾ യൂട്യൂബിനെ കുറിച്ച് എഡ്യൂക്കേറ്റഡ് ആയെന്ന് പറയുന്നു. അയാൾ ഈ 3 പേരുടെ പ്രൊമോട്ടറല്ല എന്നും എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ അയാൾ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു പാഷൻ വേണം, വീഡിയോസ് എന്താണ് നിങ്ങളുടെ പാഷൻ അതിനെക്കുറിച്ച് വേണം വീഡിയോസ് ഇടാനെന്ന്. പിന്നെ ഞാനും ചെയ്തായിരുന്നു കേട്ടോ. ഒരു നോട്ട്ബുക്കിൽ കുറേ എഴുതി വയ്ക്കുന്നുണ്ടായിരുന്നു അറിയുന്ന കാര്യങ്ങൾ. അത് പിന്നീട് നമ്മൾ യൂട്യൂബിനെ കുറിച്ച് അറിയുന്ന കാര്യങ്ങൾ. അപ്പോൾ അയാൾ 2-3 ഇയേഴ്സിനുള്ള കണ്ടൻസൊക്കെ ശേഖരിച്ചിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഞാനാണെങ്കിൽ കണ്ടൻസൊന്നും കാര്യമായിട്ടില്ല. എന്നാൽ അങ്ങനെ തീരെ കണ്ടൻസ് ഇല്ല എന്ന് പറയാനും പറ്റില്ല. കാരണം എനിക്കൊരു ശീലം ഉണ്ടായിരുന്നു, പോണോടത്ത് പറഞ്ഞോടത്തൊക്കെ വീഡിയോ പിടിക്കുന്ന ശീലങ്ങൾ. പിന്നീട് ഞാൻ അതായത് നിങ്ങൾക്കറിയാമല്ലോ, കുറേ വീഡിയോസ് ഫോണിലായി കഴിഞ്ഞാൽ കൂടെ പ്രശ്നമാവുന്ന. അപ്പോൾ അത് കണ്ടപ്പോൾ കുറേ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷേ ഇപ്പോൾ എനിക്കത് ഞാൻ സിനിമയിലെ നമ്മുടെ ശങ്കരാടി പറയണ പോലെ ഞാൻ ഖേദിക്കുന്നു. കാരണം നല്ല വീഡിയോസൊക്കെ ഞാൻ കംപ്ലീറ്റ്ലി ഡിലീറ്റഡ് ആക്കി കളഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ പോയതിൻ്റെ. ഞാൻ ആ ചാനലിൻ്റെ പേര് പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ആ ചാനൽ നിങ്ങളും കാണുന്നത് നല്ലതായിരിക്കും. ഓൾഡ് മീ ലിവിങ് ബെറ്റർ, അതാണ് ആ ചാനലിൻ്റെ പേര്. പിന്നെ ഒരു പുസ്തകത്തിനെക്കുറിച്ചും അയാൾ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ആ പുസ്തകം വാങ്ങാമെന്ന് വിചാരിച്ചിരിക്കുന്നു. എപ്പോഴെങ്കിലും ക്രോസ് വേർഡിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് യൂട്യൂബ് സീക്രട്സ്. അപ്പോൾ അത് രണ്ടും കൂടെ ആകുമ്പോൾ പിന്നെ കുറച്ച് ടെക്നിക്കൽ സൈഡൊക്കെ അറിയണം. അപ്പോൾ അതൊക്കെ കൂടെ ആകുമ്പോൾ നല്ല വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.